മഹാസഖ്യത്തിന്റെ മുഖ്യശില്പി സഖ്യം പൊളിച്ച് ഒറ്റ രാത്രി കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം ചേർന്ന ആ രാഷ്ട്രീയ കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്യപൂർവ ചടുല നീക്കമായി കാണാവുന്നതാണ്. പ്രതാപിയായ സോഷ്യലിസ്റ്റ് ആ മേലങ്കി അഴിച്ചുവെക്കുകയാണോ? സ്വന്തം പാർട്ടിക്കാരെ പോലും വഴിയാധാരമാക്കിയ ആ രാഷ്ട്രീയം വീരേന്ദ്രകുമാറിൽ സൃഷ്ടിച്ച ഞെട്ടൽ ചെറുതല്ല. വഴിയറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ പകച്ചു നിൽക്കുകയാണ്. പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന സഖ്യം പൊളിഞ്ഞു വീഴുന്നത് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും. മുട്ടുകുത്തിച്ചവരെ പൊളിച്ചടുക്കിയതിൻ്റെ മഹാവിജയം അധികാരമാക്കി മാറ്റിയിരിക്കുകയാണ് BJP. ഇതാണ് ബീഹാർ കാഴ്ചകൾ, ബീഹാറിലെ രാഷ്ട്രീയ കാഴ്ചകൾ. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മഹാസഖ്യം പൊളിച്ച് BJPക്കൊപ്പം അധികാരം പങ്കിട്ട് നിതീഷ് കുമാർ. ഞെട്ടിപ്പോയെന്ന് വീരേന്ദ്രകുമാർ. കേരള ഘടകം പാർട്ടിക്ക് പുറത്തേക്ക്. MP സ്ഥാനം രാജിവെക്കാൻ ഒരുക്കമെന്നും വീരേന്ദ്രകുമാർ. വിമത നേതാവായി ശരത് യാദവ്. ലാലു കുടുംബത്തിന് കുരുക്കായി പുതിയൊരു കേസ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമി ടോമിയെ ചോദ്യം ചെയ്തു. വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. കേസുമായി ബന്ധമില്ലെന്ന് റിമി ന്യൂസ് 18നോട്. PC ജോർജിന്റെ മൊഴിയെടുക്കുമെന്ന് ആലുവ റൂറൽ SP. ദിലീപിന് ജയിലിൽ പ്രത്യേക പരിഗണനയില്ലെന്ന് DGP R ശ്രീലേഖ. ഭൂമി കയ്യേറ്റത്തിൽ ദിലീപിന്റെ ചാലക്കുടിയിലെയും പറവൂരിലെയും ഭൂമിയിൽ പരിശോധന. എതിർപ്പുകൾ സർക്കാർ തള്ളി. കോവളം കൊട്ടാരം നടത്തിപ്പ് രവി പിള്ളയുടെ RP ഗ്രൂപ്പിന്. ഉടമസ്ഥാവകാശം സർക്കാരിൽ നിലനിർത്തും. കൈമാറ്റത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർത്ത് മാത്യു ടി തോമസും തിലോത്തമനും. കൈമാറ്റം അപകടകരമെന്ന് VS. PU ചിത്രയെ ഒഴിവാക്കിയതിൽ കേന്ദ്രത്തോട് വിശദീകരണം തേടി ഹൈക്കോടതി. കായിക സംഘടനകളിൽ കേന്ദ്രത്തിനുള്ള അധികാരം അറിയിക്കണം. അത്ലറ്റിക് മീറ്റുകൾക്കുള്ള ചെലവ് വഹിക്കുന്നത് ആരാണെന്നും കോടതി. ഹർജി നാളെ പരിഗണിക്കും. വിശദീകരണവുമായി PT ഉഷ. കോടതി പറഞ്ഞാൽ സഞ്ജയ് ദത്തിനെ വീണ്ടും ജയിലിൽ അടയ്ക്കാമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. മോചന നടപടി ചോദ്യം ചെയ്ത ബോംബെ ഹൈക്കോടതിയുടെ നടപടിയിലാണ് സർക്കാർ നിലപാട്. നിതീഷ് എന്ന ചാണക്യന് ബീഹാർ എന്നും സ്വന്തം. രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കിടെ ബീഹാറിൽ BJP പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. BJPയിലെ സുശീൽ കുമാർ മോഡി ഉപമുഖ്യമന്ത്രിയായി. സർക്കാർ നാളെ വിശ്വാസ വോട്ട് നേടാനിരിക്കെ ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് RJD വ്യക്തമാക്കി. അതിനിടെ റെയിൽവേ ഹോട്ടൽ അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള BJP തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 3 വർഷം മുൻപ് NDA വിട്ട നിതീഷ് കുമാർ മോദിയുടെ നേതൃത്വം അംഗീകരിച്ചു തന്നെ മുന്നണിയിൽ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ബീഹാർ രാജ്ഭവനിൽ കണ്ടത്. നിതീഷ് കുമാറും സുശീൽ കുമാർ മോദിയും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്തു. പട്നയിൽ നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലാലു റാഞ്ചിയിലെ കാലിത്തീറ്റ കുംഭകോണ കേസിന്റെ വിചാരണ കോടതിയിലായിരുന്നു. 243 അംഗ നിയമസഭയിൽ 132 MLAമാരുടെ പിന്തുണ അവകാശപ്പെടുന്ന നിതീഷ് സർക്കാർ നാളെ വിശ്വാസ വോട്ട് തേടും. കോൺഗ്രസിന്റെയും JDUവിലെ ഒരു വിഭാഗം MLAമാരുടെയും പിന്തുണയുണ്ടെന്ന് ഗവർണറെ അറിയിച്ച RJD ബീഹാറിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. राष्ट्रीय जनता दल और कांग्रेस, माले के लोग, इंडिपेंडेंट विधायक और जदयू के तमाम अधिकांश विधायक जो हमारे साथ हैं. നിതീഷ് കുമാർ ബീഹാറിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും മഹാസഖ്യത്തിന് ലഭിച്ച ജനപിന്തുണ സ്വാർത്ഥ താൽപര്യത്തിനായി ഉപയോഗിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. 4 മാസം മുൻപ് തന്നെ ഇതേക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും രാഹുൽ അവകാശപ്പെട്ടു. मैं सच बताऊं तो 3-4 महीने से हमें पता था कि ये प्लानिंग चल रही. अपने स्वार्थ के लिए व्यक्ति कुछ भी कर जाता है. कोई क्रेडिबिलिटी नहीं है, सत्ता के लिए कुछ भी कर देते हैं. നിതീഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെ JDUവിലും വിമത സ്വരങ്ങൾ ഉയരുന്നുണ്ട്. തീരുമാനം അംഗീകരിക്കാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്ന് JDU MP അലി അൻവർ പ്രതികരിച്ചു. ബീഹാറിൽ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുകയാണെന്ന് ആരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അടുത്ത പുനഃസംഘടനയിൽ JDUവിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകും. അതിനിടെ നേരത്തെ CBI കേസെടുത്ത റെയിൽവേ ഹോട്ടൽ അഴിമതി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ലാലു പ്രസാദിനെതിരെ കേസെടുത്തു. ലാലുവുമായി ഭരണം പങ്കിട്ട കഴിഞ്ഞ 20 മാസത്തേക്കാൾ വലിയ വെല്ലുവിളിയായിരിക്കും നിതീഷ് കുമാറിന് ഇനി നേരിടേണ്ടി വരിക. JDUവിനെ പിളർത്താൻ ലാലു പ്രസാദ് നടത്തുന്ന തന്ത്രങ്ങളെ അതിജീവിക്കാൻ
നിതീഷ് കുമാറിന് ഏറെ പാടുപെടേണ്ടി വരും. ജെ സതീഷ് കുമാർ, ന്യൂസ് 18, ഡൽഹി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ പബ്ലിക് അജണ്ട ശ്രീ ഷാജി M ജോസഫ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഒപ്പം തന്നെ ശ്രീ KN ബാലഗോപാലിനെ പ്രതീക്ഷിക്കുന്നു, CPM നേതാവ്. ജന്മഭൂമിയുടെ മുൻ പത്രാധിപർ ശ്രീ KVS ഹരിദാസ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. യുവ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലിം മടവൂരിനെ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചർച്ചയിലേക്ക് പോകുമ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷും ഷാജി M ജോസഫും ഒപ്പം തന്നെ ശ്രീ KVS ഹരിദാസുമാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്കൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ കൊടിക്കുന്നിൽ, എന്താണ് ഇതിൻ്റെ ഒരു ഡൽഹി വർത്തമാനം? ഡൽഹിയിൽ എന്താണ് നേതാക്കൾക്കിടയിൽ ഒറ്റ രാത്രി കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം ചേർന്ന് അധികാരം പങ്കിടാൻ കഴിയുന്ന വിധത്തിലേക്ക് നിതീഷ് മാറി? അത് വളരെ അവിചാരിതമൊന്നുമല്ല എന്ന് വ്യക്തം. പല അനുകൂല മൃദു സമീപനവും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നിതീഷ് മോഡി ഡീൽ നടന്നിരിക്കാനിടയുള്ളത്? കോൺഗ്രസ് കരുതുന്നത് എന്താണ്? ഇപ്പോൾ തേജസ്വി യാദവിന് എതിരെയുള്ള അഴിമതി ആരോപണം മഹാസഖ്യം തകർക്കുവാനുള്ള ഒരു നിമിത്തമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വളരെ കാലേക്കൂട്ടി നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ പരിണത ഫലമാണ് ഇപ്പോൾ ബീഹാറിലെ മഹാസഖ്യം തകർത്തുകൊണ്ട് നിതീഷ് കുമാർ വീണ്ടും BJPയുടെ വർഗീയ ഫാസിസ്റ്റ് പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ജനവിധിക്കെതിരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉയർത്തിവിട്ട എല്ലാ വർഗീയ ഫാസിസ്റ്റ് പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾ, അവിടുത്തെ ദളിതരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിതീഷ് കുമാറിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് ഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കൊണ്ടുവന്നത്. ആ ജനവിധി അട്ടിമറിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ വീണ്ടും BJP പാളയത്തിലേക്ക്, സംഘപരിവാർ പാളയത്തിലേക്ക് പോയിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ നടത്തിയ ഒരു നീക്കമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നോട്ട് നിരോധനം വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിർത്തപ്പോൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിർത്തപ്പോൾ അതിനെ അനുകൂലിച്ചയാളാണ് ശ്രീ നിതീഷ് കുമാർ. അതുപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബീഹാറിൽ നിന്ന് സാക്ഷാൽ ശ്രീ ജഗജീവൻ റാമിൻ്റെ പുത്രിയായ മീരാകുമാർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പോലും അതിനെ അനുകൂലിക്കാതെ പക്ഷേ തീർച്ചയായും താങ്കൾ പറഞ്ഞ ശരിയാണ്. നോട്ട് നിരോധനം മുതലുള്ള ഒരു മൃദു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എന്താ പറയുക, മഹാസഖ്യം എന്ന് വിശേഷിപ്പിക്കുക ഇത് ഒരു ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ശുഭസൂചനയാണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, കോൺഗ്രസ് അടക്കം, ഇതിലൊക്കെ ഒരു യഥാർത്ഥമായ ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് നിതീഷുമായി സമയാസമയങ്ങളിൽ വേണ്ടതായിരുന്നില്ലേ? അവസാനം എല്ലാ പ്രശ്നങ്ങളും മൂർച്ഛിച്ച ഘട്ടത്തിലാണ് ഇവർ തമ്മിലുള്ളൊരു തർക്കം. ഈ അഴിമതി പ്രശ്നം വന്നപ്പോൾ, ലാലു തേജസ്വി പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് സോണിയയും രാഹുലും ഇടപെട്ടത്. ഈ നിതീഷിൻ്റെ മാറ്റം മനസ്സിലാക്കുന്ന ഘട്ടം മുതൽ തന്നെ ഇടപെടൽ രാഷ്ട്രീയമായി, തന്ത്രപരമായി, ബുദ്ധിപരമായി വേണ്ടതായിരുന്നില്ലേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും? ശരത്തെ, നിതീഷ് കുമാർ BJP പാളയം വിട്ട് മഹാസഖ്യത്തിലേക്ക് വന്നത് എന്താണ് കാരണം? മോദിയെപ്പോലെ ഒരു നേതാവിനെ, ഒരു വർഗീയവാദിയെ, അല്ലെങ്കിൽ ഗുജറാത്ത് അടക്കമുള്ള ഗുജറാത്തിൽ നടന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതിന് പരസ്യമായും രഹസ്യമായും പിന്തുണ നൽകിയ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യ രാജ്യത്തിന് അപമാനമാണ്. നമ്മുടെ സെക്യുലറിസത്തിന് അത് വലിയ ദോഷം ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി BJPയുടെ കൂടാരത്തിൽ നിന്ന്, BJP ഐക്യത്തിൽ നിന്ന്, BJPയുടെ മുന്നണിയിൽ നിന്ന് മഹാസഖ്യമുണ്ടാക്കി മതേതര ശക്തികളെല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് നിതീഷ് കുമാർ മഹാസഖ്യമുണ്ടാക്കി UPയുടെ ഭാഗമായി മാറിയത്. ആ നിതീഷ് കുമാർ ഒരിക്കലും മോദിയുമായി അഡ്ജസ്റ്റ് ചെയ്യുമെന്നോ ആ വർഗീയതയിൽ അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിലെ ഇപ്പോൾ രാജ്യത്തെ കൊണ്ടുനിർത്തിയിരിക്കുന്നത് സംഘപരിവാർ ശക്തികൾ, ഗോരക്ഷകന്മാർ, പശു സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ പോലെ ഒരു മുഖ്യമന്ത്രി മതേതരത്വത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി BJPയുടെ പാളയത്തിൽ നിന്ന് പുറത്തു വരികയും മഹാസഖ്യമുണ്ടാക്കി ബീഹാറിൽ മത്സരം ജയിക്കുകയും ചെയ്ത നിതീഷ് കുമാർ ഒരിക്കൽ പോലും വീണ്ടും BJPയുടെ പാളയത്തിലേക്ക് നരേന്ദ്രമോദിയുടെ അടിമയായി വീണ്ടും മാറുമെന്ന് ആരും വിചാരിച്ചില്ല. അവിടെയാണ് ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ആ ചോദ്യമായി നിൽക്കുകയാണ്.
അങ്ങനെ ഭൂതകാലത്തിൽ നിൽക്കുന്നതല്ല രാഷ്ട്രീയം. വർത്തമാനകാലത്തിൽ നിലപാടുകളിലും ലക്ഷണങ്ങളിലും സ്വരങ്ങളിലും വരുന്ന മാറ്റത്തെ നിരീക്ഷിച്ച് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ആ മാറ്റം, നിതീഷിൻ്റെ മാറ്റം, മാറി വരുന്ന രീതികൾ, താങ്കൾ ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിലും രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാരിനെ എതിരെ ആഞ്ഞടിച്ചിട്ടുള്ളയാളല്ല നിതീഷ്. ആ നിലയിൽ ആ പ്രധാനപ്പെട്ട നേതാവിനെ ഉറപ്പിച്ചു നിർത്താൻ, ആശയപരമായി ഉറപ്പിച്ചു നിർത്താൻ പരമാവധി പരിശ്രമിച്ചോ എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ഇവിടെ ശ്രീ KVS ഹരിദാസ്, ഈ സഖ്യം യഥാർത്ഥത്തിൽ BJPക്ക് വലിയൊരു മെച്ചമാണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ നിതീഷിൽ വരുന്ന മാറ്റത്തെ പൊളിറ്റിക്കലി മനസ്സിലാക്കുന്നതിനും രാഷ്ട്രീയമായി ഉറപ്പിച്ചു നിർത്തുന്നതിനുമൊക്കെ സമയാസമയങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസിനോ ലാലുവിൻ്റെ പാർട്ടി അങ്ങനെ നമ്മൾ കരുതുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ മഹാസഖ്യത്തിന് കഴിയാതെ പോയതാണോ, അല്ലെങ്കിൽ അതിൻ്റെ വെൽവിഷേഴ്സിന് കഴിയാതെ പോയതുകൂടിയാണോ ഈ തകർച്ചയ്ക്ക് കാരണം? BJPക്ക് മെച്ചമാണോ? ശരത്തെ, ഞാനിപ്പോൾ നമ്മുടെ ശ്രീ കൊടിക്കുന്നിലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ശരത്ത് തന്നെ സൂചിപ്പിച്ചില്ലേ, ഒരു 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 വിഷയം ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എവിടെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം ഒരു പ്രശ്നം ശരത്ത് തന്നെ സൂചിപ്പിച്ചില്ലേ. അത് തന്നെയല്ലേ ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രശ്നം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരത്തെ. ഞാൻ ഈ അവസാന നിമിഷം വരെ, ഏറ്റവും അവസാന നിമിഷം വരെ, അതായത് പ്രണബ് മുഖർജിയുടെ സെൻഡ് ഓഫിൻ്റെ ദിവസം നിതീഷ് കുമാർ ഡൽഹിയിൽ വന്നിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോയി കണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ, നിതീഷ് ആവശ്യപ്പെട്ടത് എന്താ? ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം, കോൺഗ്രസ്സുകാരിടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നല്ലേ. രണ്ടുപേരെയും കണ്ട് സംസാരിച്ചതിന് ശേഷം നിതീഷിന് രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടി എന്താ? ആ പാവം, അതായത് ലാലുവിൻ്റെ മകനോട്, ലാലുവിൻ്റെ മക്കളോട്, അഴിമതിയുടെ കൊടിക്കൂറയേന്തി നിൽക്കുന്ന രണ്ട് നേതാക്കന്മാരോട് ക്ഷമിക്കുക, സഹിക്കുക എന്നാ പറഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. അഴിമതിക്കാരെ മുഴുവൻ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഉള്ളത്. പക്ഷെ നിതീഷ് അങ്ങനെയല്ല. നിതീഷ് ബീഹാറിൽ വോട്ട് നേടിയത് പറയുന്നത് നിങ്ങൾ എന്ത് BJPക്കാർ അഴിമതി മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ടല്ലേ താങ്കൾ, BJP നേതൃത്വം മൊത്തം അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് താങ്കൾ അഴിമതി പറയുന്നത്? താങ്കൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് അഴിമതി? സുരേഷ്, ഞാൻ വരാം സുരേഷ്, ഞാൻ അതിലേക്ക് വരാം. ശരത്തെ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പോൾ നിതീഷിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇനി BJPയുടെ കാര്യമല്ല. നിതീഷ് സഹിക്കാൻ നിതീഷ് അവിടെ 1000 കോടി രൂപയുടെ മെഡിക്കൽ കുംഭകോണം, 1000 കോടി രൂപയുടെ മെഡിക്കൽ കോളേജ് കുംഭകോണം നടത്തിയ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നുകൊണ്ട് തേജസ്വി യാദവിനെ കുറിച്ചും തേജ് പ്രതാപിനെ കുറിച്ചും പറയാൻ എന്ത് അവകാശമാണുള്ളത്? BJPക്കാരുടെ ഈ ചാരിത്ര പ്രസംഗം ഇനിയെങ്കിലും നിർത്തൂ മിസ്റ്റർ ഹരിദാസ്. ശ്രീ KVS തുടരൂ. കൊടിക്കുന്നിലെ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ ഇവിടെ ഇരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇവിടെ വേണമെങ്കിൽ. തുടർന്നോളൂ. പക്ഷേ നിങ്ങൾ ശരത്തെ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഒന്ന് ഖണ്ഡിച്ചു എന്നേ ഉള്ളൂ. താങ്കൾക്ക് തുടരാം, അതിനടക്കമുള്ള വിശദീകരണം കൊടുക്കാം. ഇത് BJPക്ക് മെച്ചമുണ്ടാക്കുന്ന ഒരു സഖ്യമാണോ? നിതീഷിന് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. ശരത്തെ, ഞാൻ പറഞ്ഞോട്ടെ. നിതീഷ് അവിടെ ജനവിധി തേടിയത് ഒരു സംശുദ്ധ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും ലാലുവിനെയും ഈ രാഹുൽ ഗാന്ധിയുടെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും പാർട്ടിക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. നമ്മൾ കണ്ടതില്ല, അഴിമതിയുടെ ഈ 2Gയുടെയും മറ്റും കഥകൾ നമ്മൾ മുഴുവൻ കേട്ട സമയത്തല്ലേ നിതീഷ് ഇവരുടെ കൂടാരത്തിൽ ചെന്ന് പെട്ടത്. അതിനുശേഷവും ബീഹാറിലെങ്കിലും സംശുദ്ധ ഭരണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് BJPയുടെ നിലപാടല്ല, നിതീഷിൻ്റെ നിലപാടാണ്, ജനതാദൾ യുവിൻ്റെ നിലപാടാണ്. അതിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായില്ല. അതല്ലേ അതിൻ്റെ വസ്തുത. അവസാനം സഹിക്കാൻ വയ്യാതായപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അടുത്ത് എന്ന് പറഞ്ഞില്ലേ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന്. അന്നും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിതീഷിനെ ഉപദേശിച്ചത് എന്താ? ഈ അഴിമതിക്കാരെ നിങ്ങൾ സംരക്ഷിക്കൂ, അവരെ പാർഡൺ ചെയ്യൂ, അവരുടെ ഫർഗീവ് ചെയ്യൂ. ഇത് 2 വാക്കുകൾ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചതെന്നാണ് നിതീഷ് പുറത്ത് വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കണം നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് പുറത്തേക്ക് വന്നത്.
പുറത്തേക്ക് വരുമ്പോൾ BJP സംബന്ധിച്ചിടത്തോളം എന്താ ഇതിനകത്ത്? ബീഹാറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ BJP തയ്യാറായതിൽ എന്താ അതിശയമുള്ള സ്വാഭാവികമായ നടപടിയല്ലേ? നിതീഷ് വന്നു, നിതീഷിനെ പിന്തുണയ്ക്കാൻ BJP തയ്യാറായി. അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നപ്പോൾ അങ്ങനെ രൂപപ്പെട്ടു വന്നതാണോ എന്നുള്ളതാണ് ആ ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നത്. ശ്രീ KVS, ഞാൻ വരാം. അതായത് സ്വാഭാവികമായി പൊടുന്നനവെ ഉണ്ടായതാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന മട്ടിലാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെയാണോ എന്ന ചോദ്യം ഉയരുന്നു. ദീർഘനാളായി രാഷ്ട്രീയ പരീക്ഷണശാലയിൽ രൂപപ്പെട്ടു വന്നതിൻ്റെ പരിസമാപ്തിയാണോ കണ്ടത്? ഒറ്റ രാത്രി കൊണ്ട് ഇത്രമേൽ ഒത്തുചേരാൻ കഴിയുന്ന എന്ത് രസതന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ അഴിമതി പ്രശ്നത്തിൽ BJPക്കും നിതീഷ് കുമാറിനും ഇടയിൽ എന്ന് ഒരു ചോദ്യം അപ്പോഴും ഉണ്ട്. ശ്രീ KVS, ദയവായി അതൊന്ന് റിസർവ് ചെയ്ത് വെച്ചോളുക. ശ്രീ ഷാജി, പതിറ്റാണ്ടുകളായി ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നേരിട്ട് ഞാൻ വരാം ശ്രീ KVS വരാം. പതിറ്റാണ്ടുകളായി ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നേരിട്ട് വിശകലനം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ. 2, ഈ നേതാക്കളെ വ്യക്തിപരമായി അറിയുന്നയാൾ. ഇവരുടെ രീതിശാസ്ത്രം, ഇവരുടെ പക, ഇവരുടെ തന്ത്രങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഒരു മഹാസഖ്യം രൂപപ്പെട്ടത്. അതിന് അന്ന് മുതൽ താങ്കൾ കൊടുത്തൊരു ആയുസ് എത്രയായിരുന്നു? ആ ആയുസ്സിലെത്തിയ ശേഷമാണോ അത് വീരചരമം പ്രാപിച്ചത്? ഇതിൽ നിതീഷ് എന്ന ഒരു നേതാവ് ഒരു ഭാഗത്ത്, ലാലു എന്നൊരു നേതാവ് മറുഭാഗത്ത്. ലാലു ഏതാണ്ട് അമ്പരന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ആണ് വലിയൊരു കളി കളിച്ച് ഇപ്പോൾ BJPക്കൊപ്പം നിതീഷ് കുമാർ ചേർന്നിരിക്കുന്നത്. അധികാരം ക്ലീനായി അവർ പങ്കിടുകയും ചെയ്യുന്നു. ആ കാണുന്നൊരു ബീഹാർ പൊളിറ്റിക്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ശ്രീ ഷാജി? ശരത്തെ, ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളുടെ അവസാന വിലയിരുത്തലുകൾ ഇന്ന് വൈകിട്ട് വരെയുള്ള സംഭവങ്ങളുടെ പരിണിതഫലം നമ്മൾ നോക്കിയാൽ ഇവിടെ ഈ സംഭവത്തിലൊരു വിജയി ഉണ്ടെങ്കിൽ അത് BJP ആണ്. മറ്റൊരു 2ാം സ്ഥാനം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റണ്ണറപ്പായി നമ്മൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് നിതീഷ് കുമാറാണ്. ഈ ഓട്ടം അല്ലെങ്കിൽ ഈ റേസിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിനാണ്. എൻ്റെ ബീഹാറും ഈ പറഞ്ഞ നേതാക്കളുമായുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഇടപെടലുകളുള്ള ഒരാളെന്ന നിലയിൽ ലാലു യാദവിനെ ഞാൻ വിലയിരുത്തിയിരിക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിലെ ധൂർത്തപുത്രനാണ് ലാലു യാദവ്. നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സൂത്രശാലിയാണ്. ഈ 2 രാഷ്ട്രീയക്കാർ ഒന്നിച്ചു ചേർന്ന് കോൺഗ്രസിനെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു മഹാഗഠബന്ധൻ അല്ലെങ്കിൽ ഒരു മഹാസഖ്യമുണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് തൻ്റെ സ്വകാര്യ സംസാരത്തിൽ, അതിൻ്റെ ഭാവിയെക്കുറിച്ച് തൻ്റെ സ്വകാര്യ സംസാരത്തിൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് അവലും തൈരും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും പോലെയാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും ഇതിനെ കൂട്ടിക്കുഴച്ചോളൂ, എത്ര ബലം കൊടുത്തും ഇതിനെ കൂട്ടിക്കുഴച്ചോളൂ, അവലും തൈരും തമ്മിൽ ഒരിക്കലും കൂടിച്ചേരില്ല. ഈ വസ്തുത വളരെ കൃത്യമായി അറിയുന്ന ഒരാളായിരുന്നു ലാലു യാദവ്. ലാലു യാദവിനെ പോലെയുള്ള രാഷ്ട്രീയത്തിൽ ദൂർത്ത് ഒരു ശൈലിയായി തുടരുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ പോലെ സൂത്രശാലി എന്നോ തന്ത്രജ്ഞാനി എന്നോ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരാൾ ഒരു കാരണവശാലും വളരെ ദൂരം പോകാൻ സാധിക്കില്ല. എന്നാൽ ഈ മഹാസഖ്യത്തിന് ഒരു ഭാവിയെ നമ്മൾ കണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ചെറുതും വലുതുമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മഹാസഖ്യത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. അത് ഫോഡർസ്ക, അതായത് കന്നുകാലിത്തീറ്റ കുംഭകോണം മുതൽ ഇങ്ങോട്ട്. ലാലു പ്രസാദ് യാദവ് 2 കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും പോകാറുള്ളത്. ഒന്ന്, തൻ്റെ രാഷ്ട്രീയത്തിനും സ്വകാര്യ ജീവിതത്തിനും ആവശ്യമായ പണം സമ്പാദിക്കുക. തൻ്റെ കുടുംബത്തെ, ഞാനിപ്പോഴും ഓർക്കുന്നു 1992 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ലാലു പ്രസാദ് യാദവ് ഒരു വാചകം പറഞ്ഞിരുന്നു, എൻ്റെ കുടുംബം ബീഹാറിലെ നെഹ്റു കുടുംബമാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഗാന്ധി ഫാമിലിക്കുള്ള സ്റ്റേറ്റസ് ആണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഫാമിലിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയെ, തൻ്റെ കുടുംബത്തെ
ബീഹാർ രാഷ്ട്രീയത്തിൽ എന്നും റെലവൻ്റായി നിർത്തുവാൻ ലാലു പ്രസാദ് യാദവ് എന്നും ശ്രമിച്ചിരുന്നു. എന്നാൽ അഴിമതിയുടെ കഥകൾ ഇങ്ങനെ ആവർത്തിച്ചെത്തിയപ്പോൾ രാഷ്ട്രീയവും ജനങ്ങളുടെ പിന്തുണയും ലാലു പ്രസാദ് യാദവിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആ നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ച് ലാലു പ്രസാദ് യാദവിന് കൊണ്ടുകൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിതീഷ് കുമാറാണ്. 2013 BJP-യുമായുള്ള തൻ്റെ സഖ്യം അവസാനിപ്പിച്ച് ലാലു പ്രസാദ് യാദവുമായി ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് ഏതാണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് എഴുതി തള്ളപ്പെടുന്ന ഒരു രംഗത്തേക്കാണ് എത്തിയിരുന്നത്. 100-ലധികം നിയമസഭാ സീറ്റ് ഉണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവ് അന്ന് 22 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് നിതീഷ് കുമാർ BJP-യുടെ സഖ്യം വിട്ട് ലാലുവിനോട് കൂടെ ചേരുന്നത്. കോൺഗ്രസ് ആകട്ടെ സംഘടനാപരമായി വളരെ ബലഹീനമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. 7 സീറ്റിൽ നിന്നും അവർ വന്നിരിക്കുന്ന 27 സീറ്റിലേക്കാണ്. അപ്പോൾ ഈ മഹാസഖ്യം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായത് ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസിനും. അതേസമയം തൻ്റെ വില എന്താണ് ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ന് കാണിക്കാൻ നിതീഷ് കുമാറിനും ഇതുകൊണ്ട് കാര്യമുണ്ടായി. അതുകൊണ്ടാണ് നിതീഷ് കുമാറിനും ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസിനും ഈ മഹാസഖ്യം കൊണ്ട് നേട്ടമുണ്ടായെങ്കിൽ ഇന്ന് നിതീഷ് കുമാർ എടുത്ത ഈ ഒരു തീരുമാനത്തിൻ്റെ പുറകിൽ വളരെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നേരിട്ട് കാണുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് ഇതിന്റെ പിന്നാമ്പുറത്ത് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ശ്രീ ഷാജി ജോസഫ്, ആ പിന്നാമ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ നേരത്തെ ശ്രീ KVS പറഞ്ഞ പോലെ വളരെ സ്വാഭാവികമായി പൊടുന്നനവേ ഉണ്ടായ ഒരു സഖ്യമാണോ എന്ന ചോദ്യം. ശ്രീ കൊടിക്കുന്നിൽ, ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ നിതീഷ്. എന്നാൽ ഈ ലാലു പ്രസാദ് യാദവിനെയും ലാലു പ്രസാദ് നിർദ്ദേശിച്ച ഒരു പരിചയവുമില്ലാത്ത മകനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ഒന്നും ഒരു മടിയും കാട്ടാത്ത നിതീഷിന് രാഷ്ട്രീയമായി അത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളുടെ ഭാഗമാണ്, തന്നെ വേട്ടയാടൽ എന്നൊരു പൊളിറ്റിക്സാണ് യഥാർത്ഥത്തിൽ ലാലു മുന്നോട്ട് വെച്ചത്. അത് ശരിയോ തെറ്റോ ആകട്ടെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മുന്നണിക്കകത്തെ ഗൗരവമായ ചർച്ചകൾക്ക് പോലും തയ്യാറാകാതെയാണ് പൊടുന്നനവേ നിതീഷ് ഇങ്ങനെ മുന്നോട്ട് പോയത്. ഈ വിശദീകരണം എന്ന അന്ത്യശാസനമൊക്കെ നൽകിയിരുന്നു എന്നതൊന്നും മറന്നിട്ടല്ല. പക്ഷേ അതിനപ്പുറം ഒരു മുന്നണിക്കകത്ത് പരസ്പരം ഉണ്ടാകേണ്ട ചർച്ചകളൊക്കെ ഉണ്ട്, അതൊന്നും അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ കോൺഗ്രസ് സംഖ്യാബലമല്ല, പക്ഷേ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണല്ലോ, സ്വാധീനം ഈ നേതാക്കളിൽ ചെലുത്താൻ കഴിയുന്നവരാണല്ലോ. ആ നിലയിൽ ഒരു പ്രശ്നം രൂപപ്പെട്ടപ്പോൾ ആ KVS പറഞ്ഞ ആ ഭാഗം പ്രധാനമല്ലേ. കോൺഗ്രസ്സിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, തിരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത്രമേൽ ഭിന്നിച്ചു പോകുന്നതിനെ തടയാനുമായില്ല. അത് കുറച്ചുകൂടി സാധ്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല, കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സഖ്യം കുറെ കൂടിയൊക്കെ നിലനിന്നു പോയേനെ. ശരത്തിൻ്റെ ദീർഘമായ ഈ ചോദ്യത്തിന് കുറച്ച് സമയം വേണ്ടി ഒരു മറുപടി പറയാം. എന്നാൽ ഞാൻ എനിക്ക് അനുവദിക്കുന്ന സമയത്തുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ തന്നെ ആ സംഭവത്തിൽ ആരോപണം വന്നപ്പോൾ തന്നെ രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, റാബ്രി ദേവിയാണ് മുഖ്യമന്ത്രിയാക്കിയത്, മറ്റാരെയും ആക്കിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ് യാദവ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവിടുത്തെ ജനസംഖ്യയിൽ 30% വരുന്ന യാദവന്മാർ അതിൻ്റെ ബഹുഭൂരിപക്ഷവും ലാലു പ്രസാദിനോടൊപ്പമാണ്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന നിതീഷ് കുമാറിന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവുമായി ഐക്യമുണ്ടാക്കിയത്, സഖ്യമുണ്ടാക്കിയത്, മഹാഗഠബന്ധൻ ഉണ്ടാക്കിയത്. ആ സഖ്യമുണ്ടാക്കിയതിന് ശേഷം ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ജനങ്ങൾ ആ സഖ്യത്തെ അംഗീകരിച്ചു, BJP-യെ തൂത്തെറിഞ്ഞു. നരേന്ദ്രമോദി ഒരു മാസക്കാലം അവിടെ താമസിച്ചുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും പോയി പ്രചരണം നടത്തി. അമിത്ഷാ കോടികളുമായി ബീഹാറിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ വന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ഭരണം അവിടെ വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം നിതീഷ് കുമാറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സഖ്യം പൊളിച്ച് BJP-യോടൊപ്പം പോകണമെന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസ് ഇടപെട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇടപെട്ടു. നിതീഷ് കുമാറിനോട് സോണിയാഗാന്ധി നിരവധി വട്ടം സംസാരിച്ചു. ഈ മഹാസഖ്യം ജനങ്ങൾ പിന്തുണ നൽകി വോട്ട് രേഖപ്പെടുത്തി അധികാരത്തിൽ മുന്നോട്ട് പോകുമെന്ന മട്ടിലായി പോയോ കോൺഗ്രസിന്റെ ഇടപെടൽ? KVS അങ്ങനെയാണ് അതിനെ വിമർശിച്ചത്.
അല്ല KVS പറയാം, KVS ഞാൻ പറഞ്ഞല്ലോ അഴിമതിയെക്കുറിച്ച് പറയാം, എന്ത് അവകാശമാണ് നമുക്കറിയാം. വ്യാപക കുംഭകോണം നടത്തി മധ്യപ്രദേശിൽ, അരി കുംഭകോണം നടത്തി ഛത്തീസ്ഗഡിൽ, അതുപോലെ എന്തെല്ലാം കുംഭകോണങ്ങളാണ് ഇവരുടെ കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോന്ന് കേരളത്തിൽ നിന്ന് അതിൻ്റെ ഓരോന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വെങ്കയ്യ നായിഡുവിനെതിരെ ആരോപണം വന്നിരിക്കുന്നു. ഉപരാഷ്ട്രപതിയായി മത്സരിക്കാൻ പോകുന്ന വെങ്കയ്യ നായിഡുവിനെതിരെ ആരോപണം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളും അഴിമതിക്കാരും മറ്റുള്ളവർ ഞങ്ങൾ പരിശുദ്ധന്മാരും ഞങ്ങൾ അഴിമതി നടത്താത്തവരാണെന്നുള്ള ഈ BJP-ക്കാരുടെ പുറപ്പുറത്ത് കയറി എന്നുള്ള ഈ വിളിച്ചു പറച്ചിൽ, ഈ പ്രസംഗം, അത് ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല എന്ന് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, അയൽദാസ് പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ പ്രസംഗം, ഈ അഴിമതിക്കെതിരായുള്ള ഇവരുടെ ഈ പ്രസംഗം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരത്ത് ചോദിച്ച ചോദ്യത്തിന് അവസാനമായി ഞാൻ മറുപടി പറയട്ടെ. രാഹുൽ ഗാന്ധി ഇടപെട്ടു, സോണിയാഗാന്ധി സംസാരിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞത് ഈ മഹാസഖ്യം മുന്നോട്ട് പോകണം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, ആരോപണങ്ങൾ ഈ BJP സർക്കാരിൻ്റെ ഇതുപോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ BJP കേന്ദ്ര ഭരണത്തെ ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഗോവയിൽ എന്താ സംഭവിച്ചത്. ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഭൂരിപക്ഷം കോൺഗ്രസിനായിരുന്നു. ആ MLA-മാരെ വിലക്കെടുത്തുകൊണ്ട് അവിടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ BJP ഗവൺമെന്റ് ഉണ്ടാക്കി. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസിന്റെ പരാജയം, കോൺഗ്രസിന്റെ സംഘടനാപരമായ പരാജയവും വിലയിരുത്തപ്പെട്ടിരുന്നു. എൻഫോഴ്സ്മെന്റ് ഗോവയിലുമൊക്കെ കോൺഗ്രസിന്റെ സംഘടനാപരമായ പരാജയം ഇത്തരം ആസൂത്രണങ്ങളെ പക്ഷേ ഇല്ല ശരത്, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. മോദിക്കും അമിത്ഷായ്ക്കും ഒരു അജണ്ടയുണ്ട്. അവർ പ്രതിപക്ഷ ഭരണം ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണത്തെ അട്ടിമറിക്കുക, അതുപോലെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ MLA-മാരെ ചാക്കിട്ട് പിടിക്കുക, വിലക്കെടുക്കുക, അതിനുവേണ്ടി കോടിക്കുന്നിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇടവേളയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ വിശദീകരണം ശ്രീ KVS-ൽ നിന്ന്. ഇത് പ്രകടമാണ് ബീഹാറിൽ വന്നാലും. കാരണം ബീഹാറിൽ ഈ സഖ്യത്തെ പൊളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രീയ എതിരാളിക്കൊപ്പം അധികാരം പങ്കിടാൻ ഒരു മടിയും BJP-ക്കുമില്ല. രാജ്യം ഭരിക്കുന്ന വളരെ വലിയ സ്വാധീനമുള്ളൊരു പാർട്ടിയായി നിൽക്കെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ്യത നഷ്ടമുണ്ടാകുമെന്ന് പോലും ചിന്തിക്കാതെ ഒരു അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെ അധികാരത്തിലേക്ക് വരാൻ BJP-ക്കും യാതൊരു മടിയില്ല. എന്ന് വെച്ചാൽ ബീഹാറിലെ അധികാരത്തെ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ. അധികാരത്തോടുള്ള ഒരു ആർത്തി കൂടിയാണ് നിതീഷിനൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി സുശീൽ കുമാർ മോഡി വന്നതിൽ പ്രകടമായത്. ശരത്തെ ഞാൻ ഇടപെട്ടോട്ടെ. ബീഹാറിൽ മാത്രമല്ല, ജമ്മു കാശ്മീരിൽ PDP-യുമായി ഞാനൊരു ഏറ്റവും പുതിയ ഉദാഹരണം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. തീർച്ചയായും ബീഹാറിന്റെ പാഠം BJP-ക്കും ഉണ്ട്. ജമ്മു കാശ്മീരിൽ ബീഹാറിൽ ശരത്തെ തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന സമയത്ത് സ്വന്തം MLA-മാർ കൂടെ നിൽക്കാതെ വരുമ്പോൾ ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകവും വിദ്യാഭ്യാസവും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കാണ് ആദ്യം ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നണേ. യാതൊരു സംശയമില്ല കാര്യത്തിൽ. BJP അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും. അതിന് തക്ക രാഷ്ട്രീയ നേതൃത്വം അതിനുണ്ട്. ഇവിടുത്തെ ബീഹാറിൽ അവസരവാദപരം, അതിനങ്ങനെ ഒരു പേരില്ലേ, അങ്ങനെ ഒരു വിശേഷണമുണ്ടോ? അവസരവാദപരം, അവസരവാദമല്ല. അതെങ്ങനെ അവസരവാദമാകുന്നത്? ഇന്നലെ വരെ എതിർക്കപ്പെട്ട ഒരു നേതാവിനൊപ്പം വിശദീകരിക്കാൻ ഒന്നുമില്ലാതെ ഞങ്ങൾ മാറി നിൽക്കണോ? ഞങ്ങൾ ഇതിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കണോ? എന്തുകൊണ്ടായിക്കൂടാ? എന്തുകൊണ്ട് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം? അധികാരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പണ്ട് ചെയ്ത ചരിത്രം ഞങ്ങൾ ഈ ഘട്ടത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാം, ഞങ്ങൾക്ക് അധികാരം വേണ്ട, ഞങ്ങൾ അധികാരത്തിന് പുറത്തുനിന്ന് നിങ്ങളെ പിന്തുണയ്ക്കാം എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്കായില്ല? അപ്പോൾ നിങ്ങൾക്ക് അധികാരം കൂടിയേ കഴിയൂ. ബീഹാറിൽ നിങ്ങളെ മുട്ടുകുത്തിച്ചവരെ പൊളിച്ചടിക്കിയതിന്റെ വലിയ അധികാരവും വലിയ ആവേശവും നിങ്ങൾ അങ്ങനെ പ്രകടിപ്പിച്ചത്. അതിന് അവസരവാദം എന്നൊരു വിശേഷണം കൂടിയുണ്ട് രാഷ്ട്രീയത്തിൽ. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ദയനീയമായി തോൽപ്പിച്ചാണ് BJP-യെ. ശരത്തെ, ഈ നിതീഷ് കുമാർ ഏതാണ്ട് 1998-99 കാലഘട്ടം മുതൽ BJP-യുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. 2014 പൊതു പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയായിരുന്നു.
2014 15 തെരഞ്ഞെടുപ്പായപ്പോൾ അപ്പുറത്തേക്ക് പോയത് കാരണമൊക്കെ വളരെ വലുതാണ്. ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്, സൗഹൃദമാണ്, നല്ല സഹകരണമാണ്, വിശ്വാസമാണ്. ഘർവാപ്പസിയാണ്, ശരിയാണ് താങ്കൾ പറഞ്ഞത്. മോദിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് പ്രതിഷേധിച്ചാണ് BJP കൂടാരത്തിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു 2014. അത് തിരുത്തിയിട്ടാണല്ലോ അദ്ദേഹം വരുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെന്റും BJPയും സ്വീകരിച്ചിട്ടുള്ള എത്രയോ നിലപാടുകൾക്കൊപ്പം നിതീഷ് കുമാർ നിന്നിട്ടുണ്ട്. ഷാജി ജോസഫ്, ഇക്കാര്യത്തിൽ ഒരു ചെറിയ കാര്യം, അതായത് ഇതിലേറ്റവും വലിയ നേട്ടം ആർക്ക്, ഇതിലെ ഭാവിയിലെ വലിയ നഷ്ടം ആരെയാണ് കാത്തിരിക്കുന്നത്? ഒരു താൽക്കാലിക വലിയ തിരിച്ചടി നേരിടുന്നത് ആരൊക്കെ? മറ്റ് പിന്നാമ്പുറത്തിലെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇതിലെ പ്രധാനപ്പെട്ട നേട്ടം കൊയ്തവരും വലിയ നഷ്ടം നേരിടാൻ പോകുന്നതും ആരൊക്കെ? അത് മാത്രം പ്ലീസ്. ശരത്തെ, ദീർഘദൂര രാഷ്ട്രീയത്തിൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്കാണ്. ഒരു ഹ്രസ്വദൂര നേട്ടം ഇപ്പോൾ നിതീഷ് കുമാറിനുണ്ടായാലും ഇതിലെ ഏറ്റവും വലിയ ലോസ് എന്ന് പറയാം, രാഷ്ട്രീയപരമായി നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ലാലു പ്രസാദ് യാദവിനാണ്. കോൺഗ്രസ് പാർട്ടി അവിടെ എന്തായിരുന്നോ അതിനും അപ്പുറത്തേക്കൊന്നും കോൺഗ്രസിന് വളരാനുള്ള സംഘടനാ പാഠവും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ അവിടെ വിജയിച്ചു നിൽക്കുന്നത് വളരെ വലിയൊരു മഹാസഖ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന്റെ പരിണിതഫലമാണ്. ഈ നിഗമനം 100% തെറ്റാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞത് നിതീഷിന്റെ ക്രെഡിറ്റ് ലിസ്റ്റിലാണ് നിങ്ങൾ 7-ൽ നിന്ന് 27-ലേക്ക് പോയത്. നിങ്ങൾ പഴയ സ്റ്റാറ്റസിലേക്ക് മടങ്ങി പോകും. അതാണോ ശ്രീ ഷാജി പറഞ്ഞത്? ശരത്തെ, നിതീഷിന്റെ വ്യക്തിപരമായ ക്രെഡിബിലിറ്റിയും ലാലു പ്രസാദ് യാദവിന്റെ വോട്ട് ബാങ്കും ഇപ്പോൾ തന്നെ ഞാൻ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ലാലു പ്രസാദ് യാദവിന് യാദവർക്ക് അവിടെ 30% ജനസംഖ്യ ഉണ്ടെന്ന്. വളരെ തികച്ചും തെറ്റായ ഒരു കണക്കല്ലേ അത്? യാദവരുടെ കണക്കെന്ന് പറയുന്നത് 16.5 മുസ്ലിങ്ങളാണ് 17.4%. അപ്പോൾ ഇങ്ങനെയുള്ള ചില കണക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു ചോദ്യം യാദവരുടെ പിന്തുണയാർക്ക് അത് പൂർണ്ണമായിട്ടും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. 16.5% 85% വോട്ട് ബാങ്കും ലാലു പ്രസാദ് യാദവിന്റെ കൂടെയാണ്. അതിന് മാറ്റമൊന്നുമില്ല, അതൊക്കെ കറക്റ്റാണ് പറഞ്ഞത്. പക്ഷേ 30% യാദവരാണെന്ന് പറയുന്ന കണക്ക് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു ജനസംഖ്യ 2% കുർമി വെച്ചുകൊണ്ട് എങ്ങനെയാ പിന്നോക്കക്കാരെന്ന് പറയുന്നത്? അവിടെ കുർമി എന്ന് പറയുന്നത് 3.4% ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 17.4%. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ജനസംഖ്യയുടെ രൂപത്തിലുള്ള കാര്യങ്ങൾ ഷാജി സൂചിപ്പിച്ചത് താൽക്കാലിക നേട്ടം നിതീഷിനാണ്. ദീർഘകാല നേട്ടത്തിലേക്ക് പോകാൻ BJPക്ക് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യും. ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ ശ്രീ സലീം മടവൂർ കൂടി ബീഹാർ പോലെ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ജാതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം നടക്കുന്ന ബീഹാർ പോലൊരു സംസ്ഥാനത്ത് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അവിടെ BJPക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കി കൊടുത്തത് നിതീഷ് കുമാറിന്റെ മഹാദളിത് EBC ബാക്ക്വേർഡ് മുസ്ലിംസിന്റെ ഒരു വോട്ട് ബാങ്ക് ഒന്നിപ്പിച്ചു കൊണ്ടുവന്നപ്പോഴാണ്. അല്ലാതെ ബാക്ക്വേർഡ്സിന്റെ ഒരു ടോട്ടൽ വോട്ട് ബാങ്ക് നിതീഷ് ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല. അത് ഒരിക്കലും നിതീഷ് ഉണ്ടാക്കാനും സാധിക്കില്ല. ഇതാണ് ബീഹാറിലെ രാഷ്ട്രീയം. തിരികെ വീണ്ടും ഒരു BJP സഖ്യത്തിലേക്ക് എത്തുന്നു. ഷാജി ഞാൻ പറയുന്നു ശരി.
പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ഇപ്പോൾ യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സലിം മടവൂർ കൂടി ചേരുകയാണ്. സലിം, ഏതായാലും നിങ്ങളുടെ നേതാവാണ് നിങ്ങളെ റോഡരികിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത BJPയുമായി ചേർന്ന് പോയത്. പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിൽ ആ ഒരു വർഗീയ വിരുദ്ധ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അത് കാണാം. ഞാൻ അതിൻ്റെ ആവർത്തനങ്ങളിലേക്കൊന്നുമല്ല വരുന്നത്. എന്താണ് ഇനി മുന്നിലുള്ള വഴികൾ? അത് യഥാർത്ഥത്തിൽ വീരേന്ദ്രകുമാറിന് പോലും വലിയ ധാരണയില്ല എന്ന അവസ്ഥയല്ലേ ഉള്ളത് നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്? ഈ ജനതാദൾ യുണൈറ്റഡിൻ്റെ ദേശീയ പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചത് ശ്രീ ശരത് യാദവാണ്. അദ്ദേഹത്തിനോട് ഒരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെയാണ് ശ്രീ നിതീഷ് കുമാർ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത്രേ വിലയുള്ളൂ, അതാണ് സർക്കാർ. പിന്നീട് ശരത് യാദവിനൊക്കെ നിതീഷ് കുമാർ അത്രേ വില കൊടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നിതീഷ് കുമാർ ജനാധിപത്യത്തിന് ഒരു തരത്തിലും വില കൊടുത്തിട്ടില്ല. ശരി, നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് മതേതര ബദലിനാണ്. ആയിക്കോട്ടെ, അത് വിടുന്നു, അതൊന്നും അതൊക്കെ ചർച്ച വന്നു. നിങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ JDU, ഇനി JDU എന്ന് പറഞ്ഞ് സലിം മടവൂർ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? JDU എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ നിതീഷ് കുമാറാണ്. ഒരിക്കലുമില്ല. JDUവിൻ്റെ ജനാധിപത്യ മതേതര ബദലായിട്ട് വളർന്നു വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ എത്ര പേർ പങ്കെടുത്തു എന്നറിയോ താങ്കൾക്ക്? ഡൽഹിയിൽ ശരത് യാദവ് വിളിച്ചു കൂട്ടിയിട്ട് എത്ര പേർ പങ്കെടുത്തു എന്നറിയോ? വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ വന്നേക്കാം. JDU അദ്ദേഹത്തിന് പോലും അങ്ങനെ വലിയ അവകാശവാദമൊന്നുമില്ല. ഡൽഹിയിൽ ആകെ 3 MPമാരോ മറ്റുമാണ് പങ്കെടുത്തത്. ഇതേ ശരത് യാദവ് തന്നെ പണ്ടും വിമതവേഷം, ഒന്ന് കേൾക്കൂ, വിമതവേഷം കെട്ടിയതാണ്. ഒടുവിൽ ആ വിമതവേഷവും ഉപേക്ഷിച്ച് നിതീഷിന്റെ കൂടെ തന്നെ BJPക്കൊപ്പം പോയ ആളാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ വിശ്വാസ്യതയുടെ തലമൊന്നുമില്ല. സലിം മടവൂർ, നിങ്ങൾ കേരളത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു? അത്ര മാത്രമേ ഉള്ളൂ ചോദ്യം. അതല്ല, ബീഹാറിലെ നിരവധി MLAമാരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഇടയിൽ അസംതൃപ്തിയുണ്ട്. ബീഹാറിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ മതേതര ബദൽ വീണ്ടും നിലവിൽ വന്നേക്കാം. നിതീഷ് കുമാറിന്റെ ഏകപക്ഷീയമായ ഈ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗമുണ്ട്. കേരളത്തിലെ അവസ്ഥ വെച്ചുകൊണ്ടൊക്കെയാണ് സലിം മടവൂർ പറയുന്നത്. ഷാജി, ഒരു ചെറിയ മറുപടി. നിതീഷിനെ വെല്ലുവിളിക്കാൻ ശരത് യാദവിനും ആ പറയുന്ന സോക്കോൾഡ് വിമതർക്കും ശേഷിയുണ്ടോ ബീഹാറിൽ? നിതീഷ് തന്നെയാണോ JDU? നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ JDU എന്ന ബീഹാറിലെ പാർട്ടിയെ കാണുമ്പോൾ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രീ KM മാണി നയിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ആത്മാവും പരമാത്മാവും എല്ലാം ശ്രീ മാണി തന്നെയല്ലേ? അതുപോലെ തന്നെയുള്ളൊരു പാർട്ടിയാണ് JDU ബീഹാറിൽ. അതായത് ശരത് യാദവ് എന്നൊക്കെ പറയുന്ന CF തോമസിനെ പോലെയൊക്കെയുള്ള നേതാക്കളാണ് എന്നല്ലേ? അത് തന്നെ കറക്റ്റ്. അപ്പൊ ശരത് യാദവിനേക്ക് ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ നിതീഷ് കുമാറിനോടൊപ്പം തന്നെ നിൽക്കണം. ശ്രീ ഞാനൊന്ന് ഇടപെടുന്നു, നമുക്ക് എല്ലാം അവസാനിപ്പിച്ച് വേഗത്തിൽ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള മനസ്സിലായി. ബിജിലി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബിജിലി, നിങ്ങളുടെ പാർട്ടി നേതാക്കൾ അത്ര കാര്യമായി ഒന്നും ഇതോട് പ്രതികരിച്ച് കാണുന്നില്ല. അങ്ങും ഇങ്ങും തൊടാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്തത് കൊണ്ടാണോ, ഇനി വീരേന്ദ്രകുമാറിനെ നാളെ നേതാവായി സ്വീകരിക്കേണ്ടി വരും എന്ന ആശങ്ക കൊണ്ടാണോ, അതോ ഇനി മറ്റൊരു പാർട്ടിയായി നിങ്ങളുടെ തന്നെ മുന്നണിയിലേക്ക് നാളെ വരാം? അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ രാജ്യസഭാ സീറ്റ് രാജിവെക്കാനും തയ്യാർ. അദ്ദേഹം രാജിവെച്ച് മുന്നണി കൂടി മാറി അപ്പുറത്ത് വന്നാൽ LDFന് വിജയിപ്പിച്ചെടുക്കാം, വീണ്ടും രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ തന്നെ. ഇതെല്ലാം അനന്തമായ സാധ്യതകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ പുതിയ സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്നത്. ബിജിലി, ടെലിവിഷന്റെ വോളിയം കുറച്ച് വെക്കൂ സർ. ഈ സാധ്യതകളുടെ കല പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണല്ലോ ജനതാദൾ യു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ബീഹാറിൽ നിതീഷ് കുമാർ ചെയ്തത് കേരളത്തിൽ വീരേന്ദ്രകുമാർ ചെയ്യാൻ പോകുന്നു എന്നാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി കഴിഞ്ഞ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഇവരുടെ ഇടതുപക്ഷ മുന്നണിയിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്തിരുന്നു. അത് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞത് ജനതാദളിലൂടെ തന്നെ കടന്നു വരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചത്, ഇപ്പോഴും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ UDFൽ നിന്നുകൊണ്ട്, UDFന്റെ മുഴുവൻ അഴിമതിക്കും കൂട്ടുനിന്നുകൊണ്ട്, UDFന്റെ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്നുകൊണ്ട്
ജനതാദൾ പോട്ടെ, തീർച്ചയായും അത് അതിന്റെ ഒരു രാഷ്ട്രീയം. അഡ്വക്കേറ്റ് ബിജിലി, ഒരു കാര്യം ഇപ്പോൾ സലിം മടവൂരുണ്ട്. ഒരു കാര്യം, ഇനി JDU എന്ന് പറഞ്ഞ് ആ പാർട്ടിയുടെ ഭാഗമായി ഇവർക്കിവിടെ തുടരാനാകുമോ? അവർക്ക് മുൻപിലെ വഴികൾ ഒന്നുകിൽ നിങ്ങളുമായി ലയിക്കുക, അല്ലെങ്കിൽ SJD ഉണ്ടാക്കിയതുപോലെ ഒരു പാർട്ടിയിലേക്ക് മടങ്ങുക, ഒരു പാർട്ടി രൂപീകരിക്കുക. ഇതാണോ അവർക്ക് മുമ്പിലെ സാധ്യതകളായി നിങ്ങൾ കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളുടെ ഭാഗത്ത് ലയിച്ചു വരുന്നതിന് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അവര് 2009 എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റാണെന്ന് കണ്ടുകൊണ്ട് തിരുത്തിക്കൊണ്ട് വരുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ സർവാത്മന അതിനെ ഞങ്ങൾ സ്വാഗതം. എന്നാൽ ഇപ്പോൾ അവർ ഇന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരെ പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞു എന്താ ഇടതുമുന്നണിയിലേക്ക് വരണമെങ്കിൽ 2 നിബന്ധന പറഞ്ഞു. ഒന്ന്, JDU-വുമായുള്ള ബന്ധം, നിതീഷ് കുമാറിന്റെ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. മറ്റൊന്ന്, UDF-വുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇക്കാര്യത്തിൽ അവർ തയ്യാറായി തുറന്ന മനസ്സോടുകൂടി വന്നാൽ ഇടതുമുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്ന ഏത് തീരുമാനത്തെയും ഇടതുമുന്നണിയെ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം. നന്ദി ശ്രീ ബിജിലി ജോസഫ് ഞങ്ങളോട് സഹകരിച്ചതിന്. JDS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ അവരുടെ നിലപാട് പറഞ്ഞത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ബീഹാറിലെ നിതീഷിനെ പോലെ ആകുമോ UDF-നെ സംബന്ധിച്ച് കേരളത്തിൽ വീരേന്ദ്രകുമാർ? കാരണം ഒരു മുന്നണി മാറ്റം വളരെ സജീവമായി അവർക്ക് മുമ്പിൽ നിൽക്കുന്നു. അവിടെയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാത്തൊരു കൂട്ടമായി ഒരുപക്ഷെ അവർ നാളെ മാറിയേക്കാവുന്ന സാഹചര്യം. ഒന്നുകിൽ പുതിയ പാർട്ടി, അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യം. അങ്ങനെ വരുമ്പോഴാണ് ഈ മുന്നണി മാറ്റം. അദ്ദേഹം പറഞ്ഞ രാജ്യസഭാ സീറ്റ് രാജിവെക്കാൻ തയ്യാറെന്ന് പറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ മുന്നണി കൂടി മാറേണ്ടി വരും. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യാനൊരു അവസരം, തീരുമാനമെടുക്കാൻ ഒരു അവസരം കൂടി അവർക്ക് മുമ്പിലേക്ക് വരികയാണോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അവര് ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDU അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്നത്തെ ചാനൽ ചർച്ചകളിലെല്ലാം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. അവർ ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്. ആ UDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിതീഷ് കുമാർ BJP-യിലേക്ക് പോയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ശരത് യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സംവിധാനം JDU-ൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ ഗോരക്ഷകന്മാരും അതുപോലെ തന്നെ കൗവിജിലൻറ്റുകളൊക്കെ രാജ്യത്ത് നടത്തുന്ന ദളിത് ന്യൂനപക്ഷ വേട്ടകളെയൊക്കെ നേരിടേണ്ട ഒരു കാലഘട്ടത്തിലാണ്, മതേതര ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിതീഷ് കുമാർ കളം മാറ്റി ചവിട്ടിയത്. ഈ സാഹചര്യത്തിൽ ശരത് യാദവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ ജനതാദൾ യുവിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ബീഹാറിലും ഒരു നല്ല വിഭാഗം കേരളത്തിൽ വരുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ കൂടുതൽ ശക്തിയും കൂടുതൽ ബന്ധം നല്ലതും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് വീരേന്ദ്രകുമാറിനെ പോലൊരു സോഷ്യലിസ്റ്റ് നേതാവിന് പറഞ്ഞുകൂടാഴികയൊന്നുമില്ല. അങ്ങനെ ഒരു പാർട്ടി, അങ്ങനെ ഒരു തീരുമാനം, ഉമ്മൻചാണ്ടി തന്നെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കാണേണ്ട സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൂടാഴികയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയും എന്നല്ല, ശരത്തെ വർഗീയ കക്ഷികളുമായി രഹസ്യമായും പരസ്യമായും അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർഗീയ വിരുദ്ധം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ അവരുടെ തോന്നലാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ CPM-ന്റെ വർഗീയതയല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വർഗീയ നിലപാടല്ല. വീരേന്ദ്രകുമാർ എന്ന സോഷ്യലിസ്റ്റ് നേതാവ്, അല്ലെങ്കിൽ അവർ പുതുതായി രൂപീകരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം എന്തുമാവട്ടെ, അതൊരു പുതിയ പാർട്ടിയാവാം, എന്താണെന്ന് ഇപ്പോൾ പറയാനാവില്ല. സലിം മടവൂർ പറഞ്ഞ പോലൊന്നും നിതീഷ് കുമാറിനെ വെല്ലുവിളിക്കാനൊന്നും പോകുന്ന ശേഷിയൊന്നും സത്യത്തിലില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിശ്വാസം വേണ്ടതാനും. പക്ഷെ കേരളത്തിൽ ഒരു പുതിയ ചിന്തയ്ക്ക് വീരേന്ദ്രകുമാറിന് ആലോചിക്കാൻ ഊർജം പകർന്നുകൂടെ നിതീഷ് കുമാറിന്റെ ഈ മാറ്റം തള്ളിക്കളയുകയാണോ കോൺഗ്രസ്? ഇല്ല, അതിപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശ്രീ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളിൽ പൂർണ്ണ വിശ്വാസമാണ്. അവർ UDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ UDF യോഗത്തിലും അവർ സജീവമായി പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ഇന്ന് ജനതാദൾ ഞങ്ങളോടൊപ്പമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പറ്റില്ല. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിന്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടി വീരേന്ദ്രകുമാറിന്റെ ഭാവി രാഷ്ട്രീയം എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ ഘട്ടത്തിൽ? ശരത്തെ, ഞാൻ കൊടിക്കുന്നിലിൻ്റെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളല്ല. വീരേന്ദ്രകുമാർ വളരെ വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളാണ്. കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം. ഈ തകർന്നടിയുന്ന കോൺഗ്രസ് മുന്നണിക്കൊപ്പം നിന്നിട്ട് ഭാവി ജീവിതം വെള്ളത്തിലാക്കണം എന്ന് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം ഇപ്പോൾ UDF ആരാ ഉള്ള ശരത്തെ? KM മാണി പോയി കഴിഞ്ഞു. കോൺഗ്രസും ലീഗും മാത്രമേ ഉള്ളൂ ആ UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ. ഇന്ന് വേറെ ആരാ ഉള്ളത് ഇന്നിപ്പോൾ? അതിൻ്റെ കൂടെ നിന്നിട്ട് തുടർച്ചയായിട്ട് തോൽവി ഏറ്റുവാങ്ങണമെന്ന് അവർ ചിന്തിക്കുമോ? ഈ രാജ്യസഭാ സീറ്റ് വേണ്ടി വന്നാൽ രാജിവെക്കാനും തയ്യാറെന്ന് പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പുണ്ടോ? ശ്രീ KVS, ഞാൻ അത്രമാത്രമേ ചോദിക്കുന്നുള്ളൂ. വേണ്ടി വന്നാൽ ഈ പറയുന്ന നിതീഷിനോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി പറഞ്ഞോളൂ KVS. അല്ല, അദ്ദേഹം രാജ്യസഭാ സീറ്റ് രാജിവെച്ചാൽ അതും കൂടി രാജിവെച്ചിട്ട് ഇടതുമുന്നണി ചേർന്നാൽ അതേ ബൈ ഇലക്ഷൻ അദ്ദേഹത്തെ തന്നെ ഇടതുമുന്നണി ജയിപ്പിച്ചുകൂടായില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം വീരേന്ദ്രകുമാറിനെ കൂടെ നിർത്തുക എന്നത് ഇടതുപക്ഷ മുന്നണിയുടെ പഴയ നിലപാടാണ്. നമുക്കറിയാവുന്നതല്ലേ എങ്ങനെയാണ് അദ്ദേഹം തെറ്റിപ്പോയതെന്നൊക്കെ അറിയാലോ. ആ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാനൊരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്. ഒരു കാര്യം ഞാൻ ആ നിതീഷിന്റെ തീരുമാനത്തിന് BJP എടുത്ത നിലപാടിനെ കുറിച്ച് ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അത് പറയാം എന്ന് ദയവായി പ്ലീസ്. അതായത് ശ്രീ സലിം മടവൂർ, അവസാനം ഒരു കാര്യം, നിങ്ങളുടെ കേരളത്തിലെ തീരുമാനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു മുന്നണി മാറ്റം, ഇതിനനുസരിച്ചുള്ള കടുത്ത ശക്തമായ തീരുമാനങ്ങൾ, വേണ്ടി വന്നാൽ ഒരു പുതിയ പാർട്ടി രൂപീകരണം, ഇതെല്ലാം പരിഗണിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലല്ലേ നിങ്ങളുടെ പാർട്ടി? അതൊക്കെ ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. വീരേന്ദ്രകുമാർ കേരളത്തിൽ വന്ന ശേഷം അതേക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. വർഗീസ് ജോർജ് ഇന്നലെയും അതൊക്കെ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. സലിം മടവൂർ. അല്ല, പാർട്ടി ഈ ഒരു പിളർപ്പ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് വളരെ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളൊക്കെ തന്നെ നേരിട്ടുകൊണ്ട് മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമെന്ന് ശ്രീ വീരേന്ദ്രകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ജനതാദൾ എസിൻ്റെ ശ്രീ ബിജിലി ജോസഫിൻ്റെ ഒരു പരാമർശം അഴിമതിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഇവിടെ കർണാടകയിലെ രാജ്യസഭാ സീറ്റ് 100 കോടി രൂപക്കാണ് വിറ്റതെന്ന് കേൾക്കുന്നു. അവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്ക്. ദേവഗൌഡയുടെ ചെറുമകൻ പ്രോജൽ ഗൗഡ തന്നെ പറയുന്നത് ഇതൊരു സ്യൂട്ട് കേസ് പാർട്ടിയാണെന്നാണ്. അങ്ങോട്ടേക്കില്ല, ലയനമില്ല എന്നാണോ അതിനർത്ഥം? ലയനം എന്നത് നിങ്ങളുടെ അജണ്ടയിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ലയനം ഞങ്ങളുടെ അജണ്ടയിലില്ല. അത്തരമൊരു ലയനം ഞങ്ങളുടെ പാർട്ടി ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ല. മുന്നണി മാറ്റം എന്നത് ശ്രീ ദേവഗൌഡയുടെ മുന്നണി മാറ്റം എന്നത് നിങ്ങളുടെ പാർട്ടിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്നൊക്കെ ഇനി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. മുന്നണി മാറ്റവും നിങ്ങളുടെ മുമ്പിൽ പരിഗണിക്കാവുന്ന ഒരു വിഷയമാണോ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച്? അല്ല, രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി ആശയപരമായ ഒരു നിലപാട് UDF എടുക്കുന്ന ഒരു ഘട്ടത്തിലല്ലേ അത് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സംഘടനാപരമായ പരാതികൾ നിരവധി ഉണ്ടല്ലോ. ചർച്ച ചെയ്യും. നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ, നിങ്ങളുടെ പാർട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ നേതാക്കളാണ്. മുന്നണി മാറ്റത്തെക്കുറിച്ച് വളച്ചുകെട്ടില്ലാതെ വലിയ സൂചന നൽകിയത് നിങ്ങളുടെ നേതാക്കളാണ്. ശ്രീ നിതീഷ് കുമാർ പാർട്ടിക്ക് നയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ ഞങ്ങൾ മാറിയല്ലോ. പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായ കേരളത്തിലെ മുന്നണി മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സലിം മടവൂർ, കേരളത്തിലെ മുന്നണി മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഈ കൂട്ടത്തിൽ അതിന് കുറച്ചുകൂടി വേഗത വരാൻ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ, തള്ളിക്കളയുന്നുണ്ടോ അതോ താങ്കളത്? UDFന്റെ നയങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളും വൈരുദ്ധ്യം ഉണ്ടാകുമ്പോഴാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം മുൻകൂട്ടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. തീർച്ചയായും അതിലും വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നൊരു കാലവുമാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ദേശീയ രാഷ്ട്രീയം എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. മഹാസഖ്യം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന ബീഹാർ മോഡൽ ഇല്ലാതാവുന്ന പശ്ചാത്തലം, പ്രതിപക്ഷ പാർട്ടികൾക്ക്, വിശേഷിച്ച് കോൺഗ്രസിന് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടുകയല്ലേ? പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് അവശേഷിക്കുന്നതിനെയെങ്കിലും നിലനിർത്തുക എന്ന വലിയ ദൗത്യം, അതിനെയും പൊളിക്കുന്ന BJP തന്നെയാണ്, മോദി ടീമിനെയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരാൻ പോകുന്നത് തുടർന്ന് അങ്ങോട്ട്. ശരത്തെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ നിതീഷ് കുമാർ മഹാസഖ്യത്തിൽ നിന്ന് വിട്ട് BJPയോടൊപ്പം പോയതുകൊണ്ട് UPA നേതൃത്വം നൽകുന്ന ജനാധിപത്യ മതേതര സഖ്യത്തിന് ഉലച്ചിലൊന്നും സംഭവിക്കത്തില്ല. നിതീഷ് കുമാറിനോടൊപ്പം കുറച്ച് ആളുകൾ BJPയിലേക്ക് പോകുന്നു എന്നതൊഴിച്ചാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ RJD ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ നിലപാടിനോട് യോജിക്കാത്ത JDUവിൻ്റെ നേതാക്കന്മാരുണ്ട്. ആ സഖ്യം അവിടെ തുടരും, അവിടെ മഹാസഖ്യം തുടരും. അത് ഭരണത്തിലാണോ പ്രതിപക്ഷത്താണോ എന്നുള്ളത് വേറെ പ്രശ്നം. ഒരു ഇലക്ഷനല്ലോ, ഇനി ഇലക്ഷൻ വരാൻ പോകും. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ ഒരു മാറ്റം കൊണ്ട് അല്ലെങ്കിൽ നിതീഷ് കുമാർ മഹാസഖ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ UPയുടെ ഭാഗമായി നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിൽ ബീഹാറിലെ ജനങ്ങളെയും വഞ്ചിച്ച്, ബീഹാറിലെ വോട്ടർമാരെയും വഞ്ചിച്ച്, ജനാധിപത്യ മതേതര ശക്തികളെയും വഞ്ചിച്ചിട്ട് പാളയത്തിൽ പോയത് രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. മതേതര ജനാധിപത്യ അതായത് ശ്രീ കൊടിക്കുന്നിൽ പറയുന്നത് ദേശീയ, ഇപ്പോൾ അദ്ദേഹം ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിലും അദ്ദേഹം പറയുന്നത് ദേശീയ തലത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പോകും. ബീഹാറിലെ ഈ പറയുന്ന അവശേഷിക്കുന്ന മഹാസഖ്യത്തിന് എന്തെങ്കിലും സ്കോപ്പിനി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സാധ്യതയുള്ള ഒരു സംവിധാനമാണോ? നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, ഈ പിന്നാമ്പുറത്തൊരു വലിയ ആലോചന ഇക്കാര്യത്തിൽ നടന്നു എന്ന് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ട്, അതുകൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് താങ്കളുടെ ഒരു അഭിപ്രായത്തിലേക്ക് അവസാനമായി. ശരത്തെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ നടന്ന സംഭവം എന്താണെന്ന് ഇതുവരെ നമ്മളാരും മുന്നോട്ട് കൊണ്ടുവന്നില്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത്, ബീഹാറിലെ മഹാസഖ്യത്തിൽ കോൺഗ്രസിന് MLA-മാരുടെ സംഖ്യയിൽ അവർ 3-ാം സ്ഥാനത്തായിരുന്നെങ്കിലും കോൺഗ്രസിന് വളരെ വലിയൊരു റോളാണ് അവിടെ ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യമാണ് ആ മഹാസഖ്യത്തെ കൊണ്ടുപോയത് മുന്നോട്ട്. എന്നാൽ ലാലുവിനും നിതീഷിനും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ആ പ്രശ്നത്തിൽ പെട്ടെന്ന് ഇടപെട്ട് ഈ മഹാസഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ദൗത്യത്തിലേക്ക് കടന്നു വരാൻ കോൺഗ്രസിന് സാധിച്ചില്ല. കാരണം ഞാൻ പറയാം, ശ്രീ ഷാജി അത് ഉയർന്നു വന്നു, അതൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ പറയാണ് ശ്രീ ഷാജി, അതിനപ്പുറത്തേക്കുള്ള പോയിന്റിലേക്ക് നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. അതിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് ഇപ്പോൾ വലിയ നേതൃത്വം കൊടുക്കുന്നു എന്ന് ശ്രീ സുരേഷ് പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, കോൺഗ്രസ് ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നത് ശരിയാണ്, പക്ഷേ കോൺഗ്രസ് ഇല്ലാതായിട്ടില്ല. ഈ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്താണ് നിതീഷ് കുമാർ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് തന്നെ കൺവീനറാക്കിക്കൊണ്ട് ഒരു നീക്കം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹം കാണുന്ന ദേശീയ തലത്തിലെ ഒരു വലിയ അംബിഷൻ വെച്ചുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. അതിൻ്റെ കാരണം കോൺഗ്രസ് നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിതീഷ് കുമാറിനെ വളർത്താൻ കോൺഗ്രസ് തയ്യാറല്ല. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പിന്നെ നിതീഷ് കുമാറിൻ്റെ ചുവടുമാറ്റം എന്ന് പറയുന്നത് വളരെ വേഗം സംഭവിക്കുന്ന കാര്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് തങ്ങളുടെ പരമ്പരാഗതമായി തങ്ങളുടെ ഒപ്പം നിന്ന് ആളുടെ കൂടെ തന്നെ നിൽക്കാൻ, ലാലുവിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായത്. അതുകൊണ്ട് ബീഹാറിൽ മഹാസഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ രണ്ടുപേരും പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഒരു മറുപടി പറയാം. ബീഹാറിൽ നിതീഷ് കുമാർ ചെയ്തിരിക്കുന്നത്, BJP ചെയ്തിരിക്കുന്നത് ജനവിധിയുടെ തുറന്ന അവഹേളനമാണ് അവസാനിക്കുന്നുണ്ടാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്ങനെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അധികാരം മുമ്പിൽ കണ്ടാൽ കൈനീട്ടി വാങ്ങും എന്ന് തുറന്ന് പച്ചയായി പറയുന്നതിലെ ഒരു വോട്ടർമാരോടുള്ള അവഹേളനമുണ്ട്. ശ്രീ KVS, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം, സമയം അവസാനിക്കും. ശരത്തെ രണ്ട് കാര്യം എനിക്ക് അതിന് മറുപടി പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിതീഷ് കുമാർ സഖി കെട്ടിട്ട് പുറത്തു വന്നപ്പോൾ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത BJPക്ക് ഉണ്ടായിരുന്നു. അതാണ് BJP അവിടെ നിർവഹിച്ചത്. നിതീഷ് കുമാറിന്റെ വിഷമം പകൽ വെളിച്ചത്തിൽ ശ്രീ KVS, സമയം അവസാനിക്കുമെങ്കിൽ ചോദിക്കാതിരിക്കാൻ തരമില്ല. ശ്രീ KVS, പകൽ വെളിച്ചത്തിൽ എവിടെയാണ് ഒരു ചർച്ച അതിനു വേണ്ടി നടന്നത്? KVS, അതിന് പകൽ വെളിച്ചത്തിൽ എവിടെയാണ് ഒരു കൂടിയാലോചനകൾ നടന്നത് രാഷ്ട്രീയമായി? KVS, പകൽ വെളിച്ചത്തിൽ എവിടെ കൂടിയാലോചന, തീരുമാനങ്ങൾ, ധാരണ? അതിനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. നടന്നിട്ടുണ്ടാകുമെന്ന് പറയേണ്ടി വരുന്നു. ആകെ നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ്, അതിന് പിന്നാലെ തൊട്ടുപിറകെ BJP MLA-മാരുടെ യോഗം. പ്രധാനമന്ത്രി എല്ലാം മുൻപ് തീരുമാനിച്ചതുപോലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ കോടതിയിൽ പോകുന്ന സത്യപ്രതിജ്ഞ ചെയ്യാൻ വിധത്തിൽ എല്ലാ ഒരുക്കങ്ങളും തീയതി വരെ തീരുമാനിച്ചെടുത്ത നടപടിയാണോ ഇത്?
അല്ലെന്ന് ഈ രാഷ്ട്രീയത്തിലെ ശരത്തെ, ചില ശരത്തെ, തീരുമാനങ്ങൾ ഒരൊറ്റ കാര്യം, അടിയന്തരമായിട്ട് എടുക്കേണ്ടി ബീഹാറിൽ വരും. സ്വാഭാവികമല്ലേ? അതിനുള്ള ബുദ്ധിയും കർമ്മ ശ്രീ ഷാജി, പദ്ധതി അദ്ദേഹത്തിനുണ്ടായിരുന്നു വേഗം പറഞ്ഞോളൂ, എന്നുള്ളതല്ലേ വേഗം. അർത്ഥം. ശരത്തെ, ഒരു കാര്യം കൂടി ഞാൻ ബീഹാറിൽ ശരത്തെ, ഒരു കാര്യം ബിജെപിയും കൂടി നിതീഷ് പറയാൻ കുമാറും കൂടെ തീർക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരൊറ്റ ഞാൻ കാര്യത്തിൽ പറഞ്ഞു. അവസാനിപ്പിക്കാം. ഒരൊറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുന്ന കാര്യമാണ് ബീഹാറിൽ ചെയ്തിരിക്കുന്നത്. Yes, കൊടുക്കുന്നത് അതായത് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഷാജി. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം, കസേരയ്ക്ക് വേണ്ടിയുള്ള കളി മാത്രമാണെന്ന് ഇവർ ഒരേ ഒരു കാണിച്ചു കാര്യം ശരത്തെ, എനിക്കൊരു കാര്യം Yes. KVS വേഗം പറഞ്ഞോളൂ. കൊടിക്കുന്നിൽ പറഞ്ഞു കാലുമാറ്റവും കുറുമാറ്റവുമാണ്. കൊടിക്കുന്നിലിന്റെ സ്വപ്നത്തെ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. പക്ഷേ BJPക്ക് ബദലായിട്ട് കോൺഗ്രസ്സുകാരും കൂട്ടിക്കൊണ്ടുവന്ന ഒരു മുന്നണി സംവിധാനം തകർന്ന് തരിപ്പണമായി. അത് തന്നെയാണ് ശ്രീ KVS ഞാൻ പറഞ്ഞത്. മുട്ടുകുത്തിച്ച ശ്രീ KVS തീർച്ചയായും അത് തന്നെയാണ് ഞാൻ ആർക്കും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് മാത്രം അതിന്റെ ഗൗരവതരമായ രാഷ്ട്രീയം അപ്പോഴും തുടരുകയാണ്. വളരെയധികം നന്ദി ശ്രീ KVS, ശ്രീ ഗുജറാത്തിലെ MLA-മാര് രാജിവെച്ച് പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന്. ബിജിലി ജോസഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമായ രാഷ്ട്രീയ പരിണാമമാണ് ബീഹാറിൽ നടന്നിട്ടുള്ളത്. അത് അതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിലേക്കും കേരളത്തിലടക്കം വലിയ ചലനങ്ങൾക്ക് ഇട നൽകുന്നതാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. അതുതന്നെയാണ് ഈ ചർച്ചയിൽ ഇവരെല്ലാവരും പങ്കുവച്ചതും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.